ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇപ്പൊ നമ്മൾ ഇന്ന് SCRT വസ്തുതകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. SCRT സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്ത് നിന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പാഠഭാഗമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. 10ാം തരം പ്രാഥമിക പരീക്ഷയിലും മെയിൻ പരീക്ഷയിലും +2 പ്രാഥമിക പരീക്ഷ, മെയിൻ പരീക്ഷ, ഡിഗ്രി തല പരീക്ഷ എന്നിവയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന മേഖലയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. പാഠപുസ്തകത്തിലെ SCRT ഫാക്ട്സ് ആണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. LP UP ക്ലാസ്സുകൾ നമ്മൾ ഉടൻ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കൂടാതെ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 10ാം തരം മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും ഡിഗ്രി പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർ നമ്മളെ ടെലിഗ്രാം ചാനലിലുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് പേര്, അല്ലെങ്കിൽ PSC എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ചാനൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വിധിയുടെ ചക്രവാളങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. വിധിയുടെ ചക്രവാളങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണവേളയിൽ ഇപ്രകാരം പ്രതികരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോ ഗാന്ധിജി മരിച്ച ഒരു സമയത്ത് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു കോട്ടാണിത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണവേളയിൽ ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ പറഞ്ഞത്. ഗാന്ധിജി ഗോഡ്സെയുടെ വെടിയേറ്റ് ഡൽഹിയിൽ വെച്ച് മരണമടഞ്ഞ ദിവസം ചോദിച്ചാൽ 1948 ജനുവരി 30 അത് നമുക്കറിയാം. 1948 ജനുവരി 30 ഗാന്ധിജി വിടവാങ്ങുന്നത്. ഗാന്ധിജിയെ വെടിയേറ്റത് ഡൽഹിയിൽ വെച്ചാണ്. എവിടെയാണ്? ഡൽഹിയിൽ വെച്ച്. ആരാണ് വെടിവെച്ചത് ചോദിച്ചാൽ നമുക്കറിയാം, ഗോഡ്സെ ആണ്. ദാമോദർ വിനായക് ഗോഡ്സെ എന്നറിയപ്പെടുന്ന ഗോഡ്സെ. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റു മരിച്ചത്. ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കി മേഘേ ദാക്കധാര എന്ന സിനിമ സംവിധാനം ചെയ്തതാണ്. അപ്പൊ ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ പാക് വിഭജനവുമായി ഒട്ടനവധി സിനിമകളുണ്ട്. അത് നമുക്കൊരു ബോക്സിൽ തന്നിരിക്കുന്ന ഒന്നാണ് ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട്. അതിൽ മേഘേ ദാക്കധാര എന്ന സിനിമ സംവിധാനം ചെയ്തത് ഋതിക് ഘട്ടകാണ് മേഘേ ദാക്കധാര സിനിമ സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കി ഗരംഗവ എന്ന സിനിമ സംവിധാനം ചെയ്തത് MS സത്യു ആണ് ഗരംഗവ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കി തമസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനിയാണ്. അപ്പൊ തമസ് ഗോവിന്ദ് നിഹലാനിയാണ്. ഇന്ത്യ പാക് വിഭജനത്തെ അടിസ്ഥാനമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് പവേല റൂക്സ്. അപ്പൊ ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കിയുള്ള സിനിമകളാണ് മേഘേ ദാക്കധാര, ഋതിക് ഘട്ടക്, ഗരംഗവ MS സത്യു, തമസ് ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ പവേല റൂക്സ് എന്നിങ്ങനെയാണ്. ഇത് ഓർത്ത് വെക്കുക. പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ. അടുത്തത്, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ചോദിച്ചാൽ അത് ഖുശ്വന്ത് സിംഗ് ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകം. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമയുണ്ട്, നമ്മൾ പവേല റൂക്സ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ഖുശ്വന്ത് സിംഗ് ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മേൽനോട്ടം നൽകിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് മുഴുവൻ പേര്. വാപ്പാല പങ്കുണ്ണി മേനോൻ. അപ്പൊ VP മേനോൻ ആണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മേൽനോട്ടം നൽകിയ മലയാളി എന്ന് അറിയപ്പെടുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനുള്ള ലയന കരാർ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ പട്ടേലും VP മേനോനും ചേർന്നാണ്. ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലും VP മേനോനും. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനുള്ള ലയന കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേലും VP മേനോനും. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിങ്ങനെയാണ്. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിവയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. VP മേനോൻ ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലത്താണ് VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ ജനിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ ആരുടേതാണ്? അത് VP മേനോന്റെ പുസ്തകങ്ങളാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ 2 പുസ്തകങ്ങളാണ് VP മേനോൻ.
മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന ചോദിച്ചാൽ മയ്യഴി മഹാജനസഭ. മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് മയ്യഴി മഹാജനസഭ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. അപ്പോൾ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഫ്രഞ്ചുകാരുടെ കൈവശമിരുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത വർഷം. അപ്പൊ ഫ്രഞ്ചുകാരാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ കൈവശം വെച്ചിരുന്നത്. ഈ ഒരു ഫ്രഞ്ചുകാരുടെ കൈവശം വെച്ചിരുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത വർഷം ചോദിച്ചാൽ 1954 1954. അടുത്തത് പോർച്ചുഗീസുകാരുടെ കൈവശം ഉണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത വർഷം. അപ്പൊ പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു ഗോവയും ദാമൻ ദിയും ഗോവയും പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു. ഇത് ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത വർഷം ചോദിച്ചാൽ 1961 1961 ഗോവയും ദാമൻ ദിയും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. 1946 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ചോദിച്ചാൽ 1950 ജനുവരി 26 അപ്പൊ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടന അനുസൃതമായി ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ചോദിച്ചാൽ 1951 52 അപ്പൊ ഭരണഘടനയുടെ അനുസൃതമായി ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ചോദിച്ചാൽ 1951 52 കാലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റൊന്ന്, ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് 58 ദിവസം നിരാഹാരം കിടന്ന് രക്തസാക്ഷിത്വം വരിച്ച വ്യക്തി ചോദിച്ചാൽ പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലു 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കണമെന്നായിരുന്നു പോറ്റി ശ്രീരാമലുവിന്റെ ആവശ്യം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ ഫസൽ അലിയാണ്. അപ്പോൾ ഫസൽ അലി കമ്മീഷനാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഫസൽ അലി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. എന്നാൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ HN കുൻസുറുവും KM പണിക്കറും. KM പണിക്കർ, HN കുൻസുറു എന്നിവരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ഇപ്പൊ ചെയർമാൻ ചോദിച്ചാൽ ഫസൽ അലി, അംഗങ്ങൾ HN കുൻസുറുവും KM പണിക്കരുമാണ്. ഇനി ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിച്ചാൽ 1956 അപ്പൊ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കുന്നത്. അടുത്തത്, ഇന്ത്യ പിന്തുടരുന്ന സാമ്പത്തിക വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ മിക്സഡ് എക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യ പിന്തുടരുന്ന സാമ്പത്തിക വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. എന്നാൽ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യവും ഇതാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 മറ്റൊന്ന്, ഭിലായി ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ റഷ്യ. ഭിലായി ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് റഷ്യ എന്നുള്ളത്. അപ്പൊ റഷ്യയാണ് ഭിലായി ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയ്ക്ക് നേതൃത്വം നൽകിയത്. എന്നാൽ റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയത് ജർമ്മനിയാണ്. റൂർക്കേല ജർമ്മനിയുമായിട്ടാണ്. അപ്പൊ റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ജർമ്മനി. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയ രാജ്യം ബ്രിട്ടനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ചോദിച്ചാൽ അത് ബക്രാനങ്കലാണ്. കാർഷിക കന്നുകാലി വികസനത്തിന് വേണ്ടി ദേശീയ തലത്തിൽ 55 പദ്ധതി ആരംഭിച്ചത് 1952 ഒക്ടോബർ 2 അപ്പൊ 1952 ഒക്ടോബർ 2 കാർഷിക കന്നുകാലി വികസനത്തിന് വേണ്ടി ദേശീയ തലത്തിൽ 55 പദ്ധതി ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ചോദിച്ചാൽ ബക്രാനങ്കലാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ബക്രാനങ്കൽ എന്ന് പറയുന്നത്. ബക്രാനങ്കലിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനല്ലാത്ത ഒരാളാണ് ഹാർവി സ്ലോഗം.
ബക്രാനങ്കലിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ചോദിച്ചാൽ അത് ഹാർവി സ്ലോഗമാണ്. ഹാർവി സ്ലോഗം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് ചോദിച്ചാൽ ഗ്രാൻഡ് കൗലി. ഗ്രാൻഡ് കൗലിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട്. ഇന്ത്യയുടെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ചോദിച്ചാൽ HJ ഭാവയും SN ഭട്നഗറുമാണ്. ഇന്ത്യയുടെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് HJ ഭാവ, ഹോമി ജെ ഭാവയും SN ഭട്നഗറുമാണ്. SN ഭട്നഗറും. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ തുമ്പ. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ബാംഗ്ലൂർ ആസ്ഥാനമായി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1969 അപ്പൊ ISRO ആണ് സ്ഥാപിതമായത്. ബാംഗ്ലൂരിലാണ് ആസ്ഥാനം. അപ്പൊ ISRO ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി 1969 സ്ഥാപിതമാകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ചോദിച്ചാൽ 1975 അപ്പൊ 1975 ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1962. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷമാണ് 1962. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1962. അപ്പൊ 1962 തുമ്പ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. അത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1962 രൂപീകൃതമാകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ തുടക്കം കുറിച്ചത് 2008 ഒക്ടോബറിലാണ്. ഇപ്പൊ 2008 ഒക്ടോബറിലാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ തുടക്കം കുറിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ചോദിച്ചാൽ മംഗൾയാനാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാൻ. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദ് ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പിയാണ് വിക്രം സാരാഭായ്. അപ്പൊ വിക്രം സാരാഭായ് ആണ് തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെയും അഹമ്മദാബാദ് ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രത്തിന്റെയും ശില്പി എന്നറിയപ്പെടുന്നത്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയ പേര് ചോദിച്ചാൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ്. അപ്പൊ തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതി ആരായിരുന്നു ചോദിച്ചാൽ APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതി ആയിരുന്നു APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആണ്. അബ്ദുൽ കലാം വികസിപ്പിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ ചോദിച്ചാൽ SLV-3 PSLV ആണ്. അപ്പൊ SLV-3 PSLV എന്നിവ അബ്ദുൽ കലാം വികസിപ്പിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ്. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷങ്ങൾ ചോദിച്ചാൽ 1968, 1986, 2020. ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ വർഷം ചോദിച്ചാൽ 2009. 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ മൗലികാവകാശ നിയമം പാസ്സാക്കുന്നത്. 2009. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം എഴുതിയ പുസ്തകം ചോദിച്ചാൽ ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ്. അപ്പൊ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് നമ്മുടെ അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11 എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ചോദിച്ചാൽ ചേരിചേരാ നയമാണ്. ചേരിചേരാ നയമാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനം. ചേരിചേരാ നയവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതയാണ്. 1954 ഇന്ത്യ ചൈന പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൗവൻലായിയുമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായിയുമാണ് 1954 ഇന്ത്യ ചൈന പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെക്കുന്നത്. അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം 1986 ആണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ശുപാർശ ചെയ്തത്. മറ്റൊന്ന് പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ സർവശിക്ഷ അഭിയാനാണ്. പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി സർവശിക്ഷ അഭിയാൻ. സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലെ പുരോഗതിക്ക് വേണ്ടിയുള്ള പദ്ധതി ചോദിച്ചാൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലെ പുരോഗതിക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. പ്രൈമറി തലത്തിൽ സർവശിക്ഷ അഭിയാൻ. അടുത്തത് 1979 സ്ഥാപിതമായ സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. 1979 സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്നത്. അതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ആസ്ഥാനം ന്യൂഡൽഹി. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരണം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നിവയ്ക്ക് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ്
ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരണം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നിവയ്ക്ക് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ 1948. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക എന്നിങ്ങനെ ശുപാർശ ചെയ്ത കമ്മീഷൻ ചോദിച്ചാൽ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക എന്നിങ്ങനെ ശുപാർശ ചെയ്തത്. അടുത്തത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കൽ, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കൽ എന്നിവയ്ക്ക് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ചോദിച്ചാൽ ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 1964 DS കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കൽ, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കൽ എന്നിവയ്ക്ക് ശുപാർശ ചെയ്ത കമ്മീഷനാണ് DS കോത്താരി കമ്മീഷൻ. അടുത്തത് സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സംഗീത നാടക അക്കാദമിയെ കുറിച്ചുള്ള ആസ്ഥാനം ന്യൂഡൽഹിയാണ്. മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് ചോദിച്ചാൽ ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് ആണ്. ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് സംഗീത നാടക അക്കാദമി മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യമിടുന്നത്. അടുത്തത് ലളിതകലാ അക്കാദമി, ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. അടുത്തത് സാഹിത്യ അക്കാദമി, ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ന്യൂഡൽഹി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനാണ് ലക്ഷ്യം. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം. മറ്റൊന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അതും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമാകുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ആസ്ഥാനം ന്യൂഡൽഹി. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം. അപ്പൊ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനിയും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്